കഥയുടെ തുടക്കത്തിൽ ഒരാൾ ഓടുന്നതാണ് കാണുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ അയാൾ ഒരു ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗെയിമിൽ അയാളെ സഹായിക്കാത്ത ആളുകളുടെ വീടിന് മുന്നിൽ ഒരു കാർഡ് ഉപേക്ഷിച്ചിട്ട് അയാൾ അവരെ ശപിക്കും. ഇങ്ങനെ ശാപം കിട്ടിയ ആളുകൾ പകുതി വുൾഫും പകുതി ഹ്യൂമനുമായിട്ടുള്ള രൂപങ്ങളായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ളവർ രാത്രി പുറത്തിറങ്ങി ആ വില്ലേജിലുള്ള ആളുകളെ കൊന്നൊടുക്കുന്നു. ഇതിനുശേഷം കഥ പ്രസന്റ് ടൈമിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ ജെറോം എന്ന് പറയുന്ന ഒരാളെയും അയാളുടെ ഫാമിലിയാണ് കാണുന്നത്. ജെറോം തൻ്റെ ഫാമിലിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ജെറോമിൻ്റെ ഫാമിലിയിൽ ജെറോമിനെ കൂടാതെ ജെറോമിൻ്റെ ഭാര്യയും 3 കുട്ടികളും ജെറോമിൻ്റെ അച്ഛനുമാണ് ഉണ്ടായിരുന്നത്. ജെറോമിൻ്റെ മൂത്ത കുട്ടിയുടെ പേര് ക്ലാര എന്നാണ്. ക്ലാരയെ കൂടാതെ തന്നെ ഒരു മകനും ഒരു മകളും ജെറോമിന് മക്കളായിട്ടുണ്ട്. ജെറോമിൻ്റെ അച്ഛൻ്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് ഓർമ്മശക്തി ഒന്നുമില്ല. പ്രായാധിക്യം കാരണം സ്വന്തം കുട്ടികളുടെ പേര് പോലും ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ജെറോമിന് തൻ്റെ ഫാമിലിയോടൊപ്പം വേർ വുൾഫ് എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ആ ഗെയിം ചെറുപ്പത്തിൽ ജെറോമിൻ്റെ അച്ഛൻ ജെറോമിനൊപ്പം കളിച്ചിരുന്ന ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ജെറോം ഓരോ കാർഡ് ഓരോരുത്തരുടെ കൈവശം കൊടുത്തിട്ട് ഗെയിമിൻ്റെ റൂൾസ് പറഞ്ഞു കൊടുക്കും. പക്ഷേ ആ ഫാമിലിയിലുള്ള മറ്റാർക്കും ആ ഗെയിം കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരവരുടെ മുറിയിലേക്ക് കയറിപ്പോകും. പിന്നീട് ജെറോം നിരാശനായിട്ട് ആ ഗെയിം ബോർഡ് പാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ജെറോം ആ ബോർഡ് ടേൺ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ആ വീട് മുഴുവൻ ഷേക്ക് ചെയ്യാൻ തുടങ്ങി. ശേഷം വീട്ടിലുള്ളവരെല്ലാം പേടിച്ച് അവരവരുടെ മുറികളിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. അതിനുശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വീടിൻ്റെ ബേസ്മെൻറ്റിലോട്ട് പോവാണ്. പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ ലൈറ്റുകളെല്ലാം ഓഫായിട്ടുണ്ടാവും. ഇത് കണ്ട് ആ വീട്ടിലുള്ളവരെല്ലാവരും പേടിക്കുന്നു. എങ്ങനെയോ അവരതിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. പക്ഷെ പുറത്ത് കടന്ന് വീടിന് പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിരിക്കുന്നു. ചുറ്റുപാടിലുണ്ടായ മാറ്റം മാത്രമല്ല, അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന അവരുടെ വണ്ടി അവിടെ കാണുന്നില്ല. പക്ഷെ അതിനേക്കാൾ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കിയ കാര്യം ക്ലാരയെ കാണുന്നില്ല എന്നുള്ളതായിരുന്നു. തിരിച്ചെല്ലാവരും ആ വീടിനുള്ളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ വീട് കാണാൻ ഒരു പഴയ കാലഘട്ടത്തിലെ വീട് പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജെറോം വിചാരിക്കുകയാണ്, സിറ്റിയിൽ പഴയ കാലം തീമാക്കിയിട്ടുള്ള എന്തെങ്കിലും ഫെസ്റ്റിവലോ എക്സിബിഷനോ അങ്ങനെ എന്തെങ്കിലും നടക്കുകയായിരിക്കും. എന്നാലും അവർ ചിന്തിക്കുകയാണ്, 30 സെക്കൻഡ്സ് കൊണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പഴയ കാലഘട്ടം തീമാക്കിയിട്ട് ഇത്രയും വലിയൊരു ഏരിയ അവർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ എല്ലാവരും കൂടിയിട്ട് ക്ലാരയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ അവർക്ക് മനസ്സിലാവുകയാണ് വില്ലേജ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അങ്ങനെ അവർ നടന്ന് ഒരു മാർക്കറ്റിലെത്തുകയാണ്. ശരിക്കും ഒരു ഓൾഡ് ഫാഷൻഡ് മാർക്കറ്റ്. അവിടെയുള്ള ആളുകളും പഴയകാല വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം ഇവരെ അവരിൽ നിന്ന് വിഭിന്നരായ ആളുകളെ കാണുന്ന പോലെ വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അവർ വിചാരിച്ചിരിക്കുന്നത് പഴയ കാലം തീമാക്കിയിട്ടുള്ള ഏതോ ഫെസ്റ്റിവൽ നടക്കുകയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ജെറോമിൻ്റെ അച്ഛൻ അവിടെയുള്ള ഒരാളോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ക്യാപ്റ്റൻ ആരാണ്? അയാൾ മറുപടി പറയുകയാണ്, ക്യാപ്റ്റൻ ഇപ്പോൾ വില്ലേജ് സ്ക്വയറിലാണുള്ളത്, ഒരാളുടെ കഴുത്ത് മുറിക്കാൻ പോയിരിക്കുകയാണ് എന്ന്. ഇത് കേട്ടപ്പോൾ അവർ വിചാരിച്ചു അവിടെ ഏതോ ഡ്രാമ നടക്കുകയാണ് എന്ന്. അങ്ങനെ അവർ ക്യാപ്റ്റനെ കാണാൻ വേണ്ടിയിട്ട് വില്ലേജ് സ്ക്വയറിലോട്ട് പോകുന്നു. അവിടെ അവർ വലിയൊരു ആൾക്കൂട്ടമാണ് കാണുന്നത്. ക്യാപ്റ്റൻ ശരിക്കും അവിടെ വെച്ച് ഒരാളുടെ കഴുത്ത് മുറിക്കുന്നത് അവർ കാണുകയാണ്. അങ്ങനെ കഴുത്ത് മുറിച്ചപ്പോൾ കുറച്ച് രക്തം തെറിച്ച് ജെറോമിൻ്റെ മേല് വീഴുന്നുണ്ട്. ആ രക്തം ജെറോം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം ജെറോമിന് മനസ്സിലായി ഇത് നാടകമൊന്നും അല്ലെന്ന്. ഒരുപാട് പേടിച്ചുപോയ ജെറോം തൻ്റെ ഫാമിലിയിലുള്ള മറ്റാളുകളെയും കൂട്ടിയിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവാണ്. കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം ജെറോമിൻ്റെ ഭാര്യയും അച്ഛനും കൂടി ഈ ബ്ലഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവർക്കും മനസ്സിലാവുകയാണ് ഇത് നാടകമൊന്നുമല്ല, ശരിക്കുമുള്ള ബ്ലഡാണ്. പിന്നീട് അവിടേക്ക് ഒരു പട്ടാളക്കാരൻ വരികയാണ്. പഴയകാല പട്ടാളക്കാരുടെ വേഷങ്ങളൊക്കെ അണിഞ്ഞ് കുതിരപ്പുറത്തൊരു പട്ടാളക്കാരൻ അവിടേക്ക് വന്നു. അയാളോട് സംസാരിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലാവുകയാണ് ഇപ്പോൾ അവരുള്ളത് വർഷം 1497 ഇവരുടെ മോഡേൺ ഡ്രസ്സൊക്കെ കണ്ടിട്ട് ആ പട്ടാളക്കാരൻ കരുതുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചാരന്മാരായിരിക്കും ഇവരെന്നാണ്. ആ പട്ടാളക്കാരൻ അങ്ങനെ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും ജെറോമിൻ്റെ അച്ഛൻ ആ പട്ടാളക്കാരനെ തിരിച്ചിടിക്കാൻ ശ്രമിക്കുകയാണ്. ജെറോമിൻ്റെ അച്ഛൻ്റെ ഒരു പഞ്ച് കൊണ്ടപ്പോഴേക്കും പട്ടാളക്കാരൻ തെറിച്ച് ദൂരെ പോയി വീഴാണ്.
ഇത് കണ്ട ജെറോമിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാം സംശയം, ഇത്രയും പവർ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയതെന്ന്. തിരിച്ച് അവർ ഇപ്പോൾ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള അവരുടെ വീട്ടിലേക്ക് വരുന്നു. അവരവിടെ ഇരുന്ന് എങ്ങനെയെല്ലാം പഴയതുപോലെ ആക്കാമെന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ വീട്ടിലെ സാധനങ്ങൾ തനിയെ അനങ്ങുന്നതും ആരൊക്കെയോ സാധനങ്ങൾ വലിച്ചെറിയുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നിയത്. ആരെയും കാണാൻ കഴിയുന്നില്ല, പക്ഷെ സാധനങ്ങളൊക്കെ തനിയെ അനങ്ങുന്നു, ആരോ എന്തൊക്കെയോ വലിച്ചെറിയുന്നു. ഇതൊക്കെ കണ്ട് അവർ പേടിച്ചുപോയി. അപ്പോഴാണ് അവിടെ ഒരു ചെറിയ ചാക്കിൽ വെച്ചിരുന്ന ആട്ട താഴേക്ക് വീഴുന്നത്. ആ ആട്ടയിൽ അദൃശ്യരായി നിൽക്കുന്ന ആരൊക്കെയോ എന്തൊക്കെയോ എഴുതുന്ന പോലെ അവർക്ക് തോന്നി. നോക്കിയപ്പോൾ അതിൽ എഴുതിയിരുന്നത് ഞാൻ ക്ലാരയാണ് എന്നാണ്. അപ്പോഴാണ് ക്ലാര ഇൻവിസിബിളായി എന്ന സത്യം അവർ മനസ്സിലാക്കുന്നത്. ക്ലാരയുടെ എക്സിസ്റ്റൻസ് അവിടെ തന്നെയുണ്ട്, പക്ഷെ ക്ലാരയെ ഇവർക്കാർക്കും കാണാൻ കഴിയുന്നില്ല. ക്ലാരയുടെ സഹോദരൻ കുറച്ച് ആട്ടയെടുത്തിട്ട് അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടുകയാണ്. അങ്ങനെ അതിലൂടെ അവർ ക്ലാരയുടെ രൂപം കാണുകയാണ്. ആ രൂപം അവർക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ക്ലാര പറയുന്നത് എന്താണെന്ന് അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ജെറോമിന് ക്ലാര എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം ജെറോമിന് ടെലിപ്പതി എന്ന് പറയുന്ന പവർ ഉണ്ട്. അപ്പോഴേക്കും ക്യാപ്റ്റൻ തൻ്റെ പട്ടാളക്കാരെയും കൊണ്ട് ഇവരുടെ വീടിന് ചുറ്റും പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഭാഷാശൈലിയും അതുപോലെ വസ്ത്രധാരണവും അവിടെയുള്ള മറ്റുള്ളവരിൽ നിന്ന് ഭയങ്കര വിഭിന്നമായിരുന്നു. ക്യാപ്റ്റൻ ഇവരെ നല്ല സംശയമുണ്ടെന്ന് മനസ്സിലായ ജെറോം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഞങ്ങൾ മറ്റൊരു സിറ്റിയിൽ നിന്ന് വരികയാണ്, ഇവിടെ ഞങ്ങൾ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ക്യാപ്റ്റന് സംശയം മാറാത്തതുകൊണ്ട് എന്തെങ്കിലും പാടി കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. പക്ഷെ ജെറോം ഒരു മ്യൂസിഷ്യൻ ആയിരുന്നതുകൊണ്ട് അത് വലിയൊരു ടാസ്ക്കായിട്ട് ജെറോമിന് തോന്നിയില്ല. ജെറോം പാടാൻ തുടങ്ങുന്നു, മറ്റുള്ളവർ ജെറോമിനൊപ്പം ചേരുന്നു. പാട്ട് കേട്ടതിന് ശേഷം ക്യാപ്റ്റൻ അവരെ വിശ്വസിക്കുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് അവരോട് ഒരു കാര്യം പറയുന്നുണ്ട്, രാത്രിയിൽ നിങ്ങൾ ആരും പുറത്തിറങ്ങരുത്, കാരണം വെയർവുൾഫ് എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ വരും, അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നു. രാത്രിയിൽ എല്ലാവരും ചേർന്ന് വീണ്ടും ഡിസ്കഷൻ തുടങ്ങുന്നു. അപ്പോൾ ജെറോം പറയുകയാണ്, നമ്മളെല്ലാവരും വെയർവുൾഫ് ഗെയിമിൽ അകപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ എന്തെങ്കിലും ഒരു പവർ വന്നു കാണും. ജെറോമിൻ്റെ അച്ഛൻ്റെ ഓർമ്മശക്തി തിരിച്ചു വരുന്നു. അദ്ദേഹം ഒരു പവർഫുൾ ഹണ്ടറായിട്ട് മാറുന്നു. ക്ലാരയ്ക്ക് ഇൻവിസിബിൾ ആവാനുള്ള പവറുണ്ട്. ടെലിപ്പതി ജെറോമിന് അറിയുകയും ചെയ്യാം. പക്ഷെ ജെറോമിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ഇളയ മകളുടെയും പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജെറോമിൻ്റെ അച്ഛൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഈ ഗെയിം എനിക്ക് എൻ്റെ അപ്പൂപ്പൻ്റെ കബോർഡിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇത് എനിക്ക് തോന്നിയ പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത്, റൂൾസ് ഒന്നും ഞാൻ ഫോളോ ചെയ്യാറേ ഇല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മൾ ആ വെയർവുൾഫ്സിനെ കൊന്നാൽ മാത്രമേ ഈ ഗെയിം ജയിക്കാൻ കഴിയുള്ളൂ. ഇത് കേട്ട ഇളയ മകൾ പറയാണ്, ചിലപ്പോൾ ഞാനാണ് വെയർവുൾഫെങ്കിലോ, അപ്പോൾ നിങ്ങൾ എന്നെ കൊന്നു കളയുമോ? അപ്പോൾ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് അവളോട് പറഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നീ സമാധാനമായിട്ടിരിക്കെ. അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് പാട്ട് പാടുന്നു. അവൾ ഉറങ്ങുന്നു. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ക്ലാര ഒരു ലാമ്പും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. കാരണം അവൾക്ക് പുറത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കുറേ അധികം വെയർവുൾഫ്സ് അവളുടെ പിന്നാലെ വരുന്നതായിട്ട് അവൾ കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ലാമ്പ് ഓഫ് ചെയ്തിട്ട് മിണ്ടാതെ ഇരിക്കും. വെയർവുൾഫ് അവളുടെ തൊട്ടടുത്തെത്തും, പക്ഷെ അവളെ കാണാൻ കഴിയാത്ത കാരണം അവൾ രക്ഷപ്പെടുന്നു. പിന്നീട് പേടിച്ച് അവൾ വേഗം വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ ശേഷം ക്ലാര ആരോടും ഒന്നും പറയുന്നില്ല, പറഞ്ഞാലും കേൾക്കാൻ കഴിയില്ല. പക്ഷെ ജെറോമിന് ടെലിപ്പതിക് പവർ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യവും ജെറോം മനസ്സിലാക്കുന്നു. ജെറോം എല്ലാവരോടും പറയുകയാണ്, കുറേ അധികം വെയർവുൾഫ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ എല്ലാം കൊന്നുകളയും. പെട്ടെന്നാണ് അവർ മനസ്സിലാക്കുന്നത് ജെറോമിൻ്റെ ഇളയ മകൾ വീട്ടിലില്ല. പെട്ടെന്ന് എല്ലാവരും അവളെ അന്വേഷിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇളയ കുട്ടി മുന്നിലേക്ക് വരികയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവളും ഒരു വെയർവുൾഫാണോ എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവുന്നു. പെട്ടെന്ന് പുറത്തു നിന്ന് വെയർവുൾഫിൻ്റെ ശബ്ദം കേട്ടതും ഇളയ കുട്ടി പെട്ടെന്ന് വെയർവുൾഫായിട്ട് മാറുകയും ചെയ്തു. എല്ലാവരും പേടിക്കുന്നു. പക്ഷെ ജെറോമിൻ്റെ അച്ഛൻ പെട്ടെന്ന് അവളെ കൺട്രോൾ ചെയ്യുന്നു. അതിനുശേഷം മറ്റുള്ളവരുടെയും കൂടി സഹായം കൊണ്ട് അവളെ എല്ലാവരും ചേർന്ന് കെട്ടിയിടുകയാണ്. നേരം പുലർന്ന ശേഷം നോക്കുമ്പോൾ അവൾ വീണ്ടും അവളുടെ മനുഷ്യരൂപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും ചേർന്ന്
ആ വില്ലേജിലുള്ളവരെ പോലെ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ ക്ലാരയും അവളുടെ ബ്രദറും ചേർന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടി പോകുന്നു. ജെറോമും ഭാര്യയും ചേർന്ന് ജയിലിലടക്കപ്പെട്ട ഒരു മജീഷ്യനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതിനിടയിൽ ക്ലാരയുടെ ബ്രദർ, അതായത് ജെറോമിൻ്റെ മകൻ ഓർമ്മ വരികയാണ്, അന്ന് അച്ഛൻ ആ റൂൾസൊക്കെ പറഞ്ഞു തന്ന് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുള്ള കാർഡിൽ ഞാൻ കള്ളനായിരുന്നു. അവൻ അവിടെ ക്ലാരയെ നിർത്തിയിട്ട് ഒരു കൊല്ലൻ്റെ കടയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അയാളുടെ ബ്രേസ്ലെറ്റ് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അയാൾക്കത് മനസ്സിലാവുന്നു. കാര്യം മനസ്സിലാക്കിയ കൊല്ലൻ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ പിന്നാലെ ഓടുന്നു. പക്ഷെ അവൻ ആ കൊല്ലൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സമയത്ത് ജയിലിന് മുന്നിലെത്തിയ ജെറോമും ഭാര്യയും അവിടെയുള്ള പട്ടാളക്കാരോട് പറയാണ്, ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടണമെന്ന്. അവർ നിങ്ങളെ കടത്തിവിടാൻ ഒരിക്കലും സാധിക്കില്ല, ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. പിന്നെ അവർ നിർബന്ധം പിടിച്ചപ്പോഴത്തേക്ക് അവരെ തള്ളി മാറ്റിയിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയുന്നു. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് ഒരിടത്തിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും ഉള്ളിൽ കടക്കണം, അതിനെന്താ വഴിയുള്ളത്. അപ്പോഴാണ് ആ കൊല്ലൻ ഓടി അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. തൊട്ടടുത്ത നിമിഷം അവർ ഞെട്ടുകയാണ്. കാരണം പെട്ടെന്ന് കൊല്ലൻ്റെ രൂപം മാറിയിട്ട് അവരുടെ മകനെയാണ് അവർ കാണുന്നത്. കാരണം അവരുടെ മകന് ലഭിച്ചിരിക്കുന്ന പവർ എന്ന് പറയുന്നത് രൂപം മാറാനുള്ളതാണ്. അവരുടെ മകൻ ആരുടെയെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ ധരിച്ചു കഴിഞ്ഞാൽ അവരുടെ രൂപത്തിലേക്ക് മാറുന്നതാണ്. പിന്നീട് ഇതെങ്ങനെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കണമെന്ന് അവർ ആലോചിക്കുന്നു. അങ്ങനെ അവർ ജയിലറിൻ്റെ തൊപ്പി അത് ധരിച്ചതിന് ശേഷം ജയിലറിൻ്റെ രൂപത്തിലേക്ക് വന്നു. അങ്ങനെ ജയിലറിൻ്റെ ഹെൽമെറ്റ് ധരിച്ചതിന് ശേഷം ജയിലറിൻ്റെ രൂപത്തിൽ വന്ന മകൻ അമ്മയും കൊണ്ട് ജയിലിനകത്തേക്ക് പോവുകയാണ്. മറ്റു പട്ടാളക്കാരൊന്നും അവരെ തടയുന്നില്ല, കാരണം ജയിലറിന് അതിനുള്ള അധികാരമുണ്ട്. ജെറോമിൻ്റെ ഭാര്യ ആ മജീഷ്യനെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് അയാളോട് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണ്, വേറൊരു കാലഘട്ടത്തിൽ നിന്നാണ് വരുന്നത്, ഇവിടെ അകപ്പെട്ടു പോയതാണ് എന്ന്. ദയവ് ചെയ്ത് ആ ഗെയിം ഉണ്ടാക്കിയത് നിങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് റൂൾസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്നത് അയാളല്ല ഈ ഗെയിം ഉണ്ടാക്കിയതെന്നാണ്. ഒരു ദിവസം വുൾഫ് സ്കിൻ ധരിച്ച ഒരാൾ ഈ മജീഷ്യൻ്റെ വീട്ടിലേക്ക് വന്നുവെന്നും അയാളാണ് ഈ ഗെയിം മജീഷ്യന് കൊടുത്തതെന്നും അവരോട് പറഞ്ഞു. അതിനുശേഷമാണ് വില്ലേജ് മുഴുവൻ വെയർവുൾഫ് ആയതെന്നും അയാൾ പറയുന്നു. പക്ഷെ അയാളിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് കൂടി അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും യഥാർത്ഥ ജയിലർ വരാനുള്ള സമയമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് വീട്ടിൽ വന്ന് അവർ വീണ്ടും ഡിസ്കഷൻ തുടങ്ങുന്നു. എങ്ങനെയും ഈ ഗെയിമിൻ്റെ റൂൾസ് നമുക്ക് അറിയണമെന്ന് ആണ് അവരുടെ ആഗ്രഹം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ അകപ്പെട്ടു പോകുമെന്ന് അവർ പറയുകയാണ്. പക്ഷേ ഇവർ പറയുന്നതെല്ലാം പുറത്തു നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട ജെറോമിൻ്റെ അച്ഛൻ പെട്ടെന്നൊരു കത്തിയെടുത്ത് വലിച്ചെറിയുകയാണ്. ആ കത്തി കൊണ്ട് താഴെ വീണ അയാളെ അവരെല്ലാവരോടും ചേർന്ന് പിടിച്ചു കെട്ടി. അയാൾ ആരാണെന്ന് തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞത് അയാളിവിടെ അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നതാണെന്നും ഇവിടെ കുറച്ച് അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നും. പിന്നീട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഞാനൊരു ആർട്ടിസ്റ്റാണ്, അതുമാത്രമല്ല ഞാനൊരു സയൻറ്റിസ്റ്റ് കൂടിയാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെയുള്ളവരൊന്നും ഞാൻ പറയുന്നത് കേൾക്കാറില്ല എന്നും കൂടി അയാൾ പറയുന്നുണ്ട്. ഇതിനുശേഷം അയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അവർ ആ കെട്ടി വെച്ചിരിക്കുന്ന കയറൊക്കെ അഴിച്ചു കൊടുത്ത് അയാളെ റിലീസ് ചെയ്യുന്നു. അതിനുശേഷം ജെറോമും ഫാമിലിയും അയാളോട് പറയുന്നു, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഞങ്ങൾ വേറെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്, എങ്ങനെയെങ്കിലും വെയർവുൾഫിനെ കൊന്ന് ഈ ഗെയിം ജയിച്ച് ഇവിടെ നിന്ന് പോകാനായില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അകപ്പെട്ടു പോകും. അപ്പോഴേക്കും ഇൻവിസിബിൾ ആയിട്ടുള്ള ക്ലാര കുറച്ച് വെള്ളമായിട്ട് ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ പറയുന്നു, ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റും, ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമുണ്ട്, അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. അയാൾ അവരെയും കൊണ്ട് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സാധനം കാണിക്കാൻ കൊണ്ടുപോവാണ്. അത് റബ്ബർ പോലെയുള്ള ഒരു പദാർത്ഥമായിരുന്നു. അയാൾ പറയുന്നു, ഇത് നമുക്ക് ക്ലാരയുടെ പുറത്ത് തേച്ച് ഒരു മാസ്ക് പോലെ ഉണ്ടാക്കിയെടുത്ത് ക്ലാരയുടെ രൂപം വീണ്ടും ഉണ്ടാക്കിയെടുക്കാം, പിന്നീട് ഒരു വിഗും വെക്കാം, ഒരു ഐസും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അയാളൊരു നെക്ലസും കൂടെ ക്ലാരയെ അണിയിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെക്ലസ് ധരിക്കുന്നതോടെ ക്ലാരയുടെ സൗണ്ടും തിരിച്ചു വരുന്നുണ്ട്, ഏകദേശം ക്ലാരയുടെ രൂപവും തിരിച്ചു വരുന്നു. അതിനുശേഷം ക്ലാര പുറത്തിറങ്ങുന്നു. അപ്പോഴേക്കും അവിടെ ഒരു വാർത്ത പടരുകയാണ്, ക്യാപ്റ്റൻ ഏതോ ഒരു ഗേളിനെ പിടിച്ചിട്ടുണ്ട്, അവൾ ശരിക്കും വെയർവുൾഫാണ്,
എല്ലാവരും ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വില്ലേജ് സ്ക്വയറിലേക്ക് പോകുന്നു. അങ്ങനെ അവളെ എല്ലാവരുടെയും മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് കഴുത്തറുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ്. കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ആ കോടാലി പെട്ടെന്ന് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പിന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും എക്സിക്യൂട്ടർ ക്യാപ്റ്റനോട് പറയാണ്, ഒരുപാട് പേരെ കൊന്നില്ലേ, അപ്പോൾ ഇനിയും കോടാലിയുടെ ശക്തി നഷ്ടപ്പെട്ടു കാണും. ഇത് കേട്ട് അവിടെയുള്ള മറ്റുള്ളവർ ചിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ക്യാപ്റ്റൻ സ്വന്തം കയ്യിലിരിക്കുന്ന വാളെടുത്ത് ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴേക്കും ആ കുട്ടി വെയർവുൾഫായിട്ട് മാറുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവിടെ ഒരു ചെറിയ കുട്ടി വെയർവുൾഫിൻ്റെ മുന്നിൽ അകപ്പെടുന്നത് കണ്ട ജെറോമിൻ്റെ അച്ഛൻ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ മുന്നിൽ വന്നിരിക്കുന്നു, വെയർവുൾഫുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമ്പെയ്ത് ആ വെയർവുൾഫിനെ കൊല്ലുന്നു. ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ജെറോമിൻ്റെ അച്ഛന് ഒരു കാർഡ് കിട്ടി. അതിനുശേഷം ജെറോമിൻ്റെ അച്ഛൻ മറ്റുള്ളവരോടൊപ്പം വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് വെയർവുൾഫിൻ്റെ ശബ്ദം കേട്ട ജെറോമിൻ്റെ ഇളയ മകളും വെയർവുൾഫായിട്ട് മാറുന്നത്. പക്ഷേ മറ്റുള്ളവർ ഇവളെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളെ എന്നുള്ളത് കൊണ്ട് തന്നെ ജെറോമിൻ്റെ അച്ഛൻ പെട്ടെന്നൊരു ചാക്കിനകത്താക്കി അവളെ ഹൈഡ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതിനുശേഷം എല്ലാവരും വീട്ടിലോട്ട് പോകുന്നു. പിന്നീട് ക്ലാരയുടെയും ജെറോമിൻ്റെയും മുന്നിലോട്ട് വെയർവുൾഫ് വരുന്നു. അപ്പോൾ ക്ലാര ജെറോമിനോട് പറയുകയാണ്, ഈ സ്യൂട്ട് മാറ്റിയാൽ എന്നെ അവർക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ സ്യൂട്ട് മാറ്റി ഞാൻ അവരുടെ പിന്നാലെ പോയാൽ അവരുടെ സീക്രട്സ് ഒക്കെ എനിക്കറിയാൻ പറ്റും. അങ്ങനെ ക്ലാര വെയർവുൾഫിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് വെയർവുൾഫിന് വേണ്ടി അവിടുത്തെ വില്ലേജേഴ്സ് ഒരിക്കൽ ഒരു ട്രാപ്പിൽ ഒരു വെയർവുൾഫ് അകപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അവൾ കാണുന്നത് മുഖം മറച്ച ഒരാൾ വന്നിട്ട് ഈ വെയർവുൾഫിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ക്ലാര അത്ഭുതത്തോട് നോക്കിയിരിക്കുകയാണ്. ഇത്രയും ക്രൂരത ഇവിടുത്തെ ആളുകളോട് കാണിക്കുന്ന വെയർവുൾഫിനെ രക്ഷിക്കാൻ ആരാണ് തയ്യാറാവുന്നത്? പിന്നീട് ക്ലാര വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ജെറോമിൻ്റെ അച്ഛന് കിട്ടിയ ആ കാർഡ് ആ ഗെയിം ബോർഡിലോട്ട് വെക്കുന്നു. അങ്ങനെ ആ ഭാഗം പൂർത്തിയാവുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നു ബാക്കി 3 കാർഡുകൾ, ആ 3 കാർഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗെയിം ബോർഡ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആ 3 കാർഡുകൾ വെയർവുൾഫിൻ്റെ അടുത്താണ്. അപ്പോൾ 3 വെയർവുൾഫിനെയും കൂടി കൊന്ന് ആ 3 കാർഡുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ ക്ലാര പറയാണ്, ഇനി ഒരുപാട് പേടിക്കാനൊന്നുമില്ല, 2 വെയർവുൾഫുകൾ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്ന് വൈറ്റ് ഹാൻഡുള്ള ഒരു ഗേളാണ്, ഒന്ന് കാലിന് സുഖമില്ലാത്ത ആളാണ്, അയാൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല. അടുത്ത ദിവസം തന്നെ അവർ വില്ലേജിലേക്ക് ഇറങ്ങി ആളുകാരെയൊക്കെ നിരീക്ഷിച്ച് ആരാണ് ആ 2 പേരെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഗ്രാമത്തിലൊന്നും അങ്ങനെ 2 പേരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ജെറോമിൻ്റെ ഭാര്യ കുറച്ച് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നത്. അവരുടെ ഡ്രസ്സിലൊക്കെ കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ വിചാരിക്കുകയാണ്, ഇനി ഇവരായിരിക്കുമോ വെയർവുൾഫ്? അപ്പോൾ അവർ പറയാണ്, ഞാൻ വെയർവുൾഫ് ഒന്നുമല്ല, നിങ്ങൾ എന്നെ വെറുതെ സംശയിക്കരുത്, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എന്നെ ഉപദ്രവിച്ചു, അതുകൊണ്ടാണ് എൻ്റെ ദേഹത്തുനിന്ന് ബ്ലഡ് വരുന്നത്, ആ ബ്ലഡാണ് എൻ്റെ ഡ്രസ്സിൽ നിങ്ങൾ കാണുന്നതെന്ന്. ഇത് കേട്ട ജെറോമിൻ്റെ വൈഫ് ഉടനെ തന്നെ പോയി അവരുടെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഭാര്യയെ അടിക്കാനുള്ള ഒരു അധികാരവും നിങ്ങൾക്കില്ല, നിങ്ങൾ എന്തിനാണ് അവരെ വെറുതെ ഉപദ്രവിക്കുന്നതെന്ന്. പക്ഷെ ചുറ്റും നിന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ അയാളോട് വന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്ത്രീയായിട്ടാണ് ജെറോമിൻ്റെ ഭാര്യയെ തോന്നിയത്. അതുകൊണ്ട് അവരെല്ലാവരും പറയുന്നു, ഇവള് ചിലപ്പോൾ ഒരു വിച്ചായിരിക്കും, ഇനി ഒരുപാട് ഇവിടെ നിന്നാൽ കുഴപ്പത്തിലാവുമെന്ന് മനസ്സിലായ അവൾ പെട്ടെന്ന് പറയാണ്, ഓ ഞാൻ വെറുതെ പറഞ്ഞതാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാമെന്ന്. പക്ഷെ ഉടനെ തന്നെ അവൾ അപ്പം പറഞ്ഞത് മാറ്റി പറഞ്ഞതുകൊണ്ട് വീണ്ടും വിചാരിക്കുകയാണ്, എന്തോ കുഴപ്പമുണ്ട്, ശരിക്കും ഒരു വിച്ച് തന്നെ ആയിരിക്കും. അങ്ങനെ എല്ലാവരും ചേർന്ന് അവളെ ജയിലിലടയ്ക്കും. ജയിലിലുള്ള ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് ജെറോം വരികയാണ്. പക്ഷേ ജെറോമിനോട് എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ പറഞ്ഞാൽ അവിടെയുള്ള പട്ടാളക്കാർ മുഴുവൻ കാര്യങ്ങളും അറിയും, ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് ജെറോമിനെ നോക്കി ജെറോമിൻ്റെ ഭാര്യ പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ ആലോചിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ജെറോമിന് ടെലിപ്പതിക് പവർ ഉള്ളതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി. ജെറോമിൻ്റെ ഭാര്യ അയാളോട് പറഞ്ഞത്, ഇനി അധികം വൈകാതെ തന്നെ ഇവരെല്ലാവരും എന്നെ കത്തിച്ച് കൊന്നുകളയും, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് പോസിബിൾ അല്ല, കാരണം വെയർവുൾഫിൻ്റെ ഒരു കാർഡ് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ മകളെ കൊല്ലേണ്ടി വരും, അത് പോസിബിൾ അല്ല, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഗെയിം ജയിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറയുന്നു. പക്ഷെ ജെറോം പറയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടായാലും നിന്നെ രക്ഷിക്കും, നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ ജെറോം അവളെ രക്ഷിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് വീട്ടിലോട്ട് പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് ജെറോമിൻ്റെ അച്ഛൻ ഒരു വെയർവുൾഫിനെ കൂടി കൊന്നിട്ട് ഒരു കാർഡ് കൂടി കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് വെറും 2 കാർഡുകൾ മാത്രമാണ്. പക്ഷെ അപ്പോഴാണ് അവരറിയുന്നത് അടുത്ത ദിവസം രാവിലെ ജെറോമിൻ്റെ വൈഫിനെ എല്ലാവരും കൂടി കത്തിച്ച് കൊല്ലാൻ പോവാണെന്നുള്ളത്.
അതിൻ്റെ ഇടയിൽ ജെറോമിന് ഒരു ഇലക്ട്രിക് ഗിത്താർ ഉണ്ടാക്കാനുള്ള ഐഡിയ വരുന്നു. ഉടനെ തന്നെ പോയി സയൻറ്റിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുന്നു. ജെറോമിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മുമ്പ് കണ്ട മെജീഷ്യനെയും കൂടി കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുവരികയാണ്. രണ്ടുപേരെയും കത്തിച്ച് തന്നെയാണ് കൊല്ലാൻ പോകുന്നത്. പെട്ടെന്ന് ഇലക്ട്രിക് ഗിത്താറും കൊണ്ട് ജെറോം അവിടോട്ട് വരുവാണ്. വന്നതിന് ശേഷം ക്യാപ്റ്റനോട് പറയുന്നു, എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് അവൾക്കൊരു പാട്ട് പാടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ സമ്മതിക്കുമോ? കേട്ട് നിൽക്കുന്നവർക്കും നല്ലതല്ലേ എന്ന് കരുതി ക്യാപ്റ്റൻ അത് സമ്മതിക്കുന്നു. ജെറോം പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് ഗിത്താർ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു, പാട്ട് പാടാൻ തുടങ്ങുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത് അവരുടെ ആദ്യത്തെ ലൈവ് മ്യൂസിക് ഷോ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു, കൂടെ പാടാൻ ശ്രമിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറുന്നു. ഈ സമയത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള ക്ലാര അവിടേക്ക് വരുന്നു. എന്നിട്ട് ക്ലാരയുടെ അമ്മയുടെയും ആ മജീഷ്യൻ്റെയും കയ്യിൽ കെട്ടിയിരിക്കുന്ന കയർ അഴിച്ചു മാറ്റുന്നു. രൂപം മാറാൻ കഴിവുള്ള ക്ലാരയുടെ സഹോദരൻ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടാളക്കാരൻ്റെ വേഷത്തിൽ ഒരു കുതിരവണ്ടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറി ക്ലാരയും മജീഷ്യനും രക്ഷപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ ഇതെല്ലാം മനസ്സിലായി. ക്യാപ്റ്റൻ ഉടനെ തന്നെ അമ്പെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് പട്ടാളക്കാർക്ക്. അങ്ങനെ അമ്പെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും അവരുടെ ദേഹത്ത് കൊണ്ടില്ല. പെട്ടെന്ന് തന്നെ അവർ വേറൊരു സ്ഥലത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ വേറൊരു കുതിരപ്പുറത്ത് കയറി ജെറോമും അവരുടെ അടുത്തേക്ക് പോവാണ്. പിന്നീട് എല്ലാവരും വീണ്ടും മീറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും സയൻറ്റിസ്റ്റും അവിടേക്ക് വരികയാണ്. സയൻറ്റിസ്റ്റ് വന്നതിന് ശേഷം പറയാണ്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് അവർ കണ്ടെത്തും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ചർച്ചാണ്, ചർച്ചിലേക്ക് പോയിക്കോളൂ, അവിടെ ഒളിച്ചിരിക്കാൻ പറയാണ്. സയൻറ്റിസ്റ്റ് പിന്നീട് അവരോട് പറയാണ്, ഞാൻ ചർച്ചിൽ ആരും അറിയാതെ ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് ഞാൻ പറയുന്ന കോഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ തുരങ്കം തുറക്കും, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ചർച്ചിലെത്തുന്നു. തുരങ്കം തുറക്കാനുള്ള കോഡ് ആലോചിക്കാൻ തുടങ്ങുന്നു. അതിനു മുന്നേ തന്നെ ജെറോമിൻ്റെ ഇളയ മകളുടെ ചെവിയിൽ ഒരു ഹെഡ്ഫോൺ വെച്ച് കൊടുക്കുകയാണ്. കാരണം പുറത്തു നിന്ന് വേർവുൾഫിൻ്റെ ശബ്ദം കേട്ട് വീണ്ടും ഈ കുട്ടി വേർവുൾഫായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. തുരങ്കം തുറക്കാനുള്ള കോഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും മൂന്നാമത്തെ വേർവുൾഫിനെ അവർ കാണുകയാണ്. അപ്പോഴേക്കും ജെറോമിൻ്റെ വൈഫും മകനും അച്ഛനും ചേർന്നിട്ട് വേർവുൾഫിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ പവർ ഉപയോഗിച്ച് മാക്സിമം എങ്ങനെയെങ്കിലും വേർവുൾഫിനെ കീഴ്പ്പെടുത്തണം എന്ന് വിചാരിച്ച് അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ക്യാപ്റ്റനും അവിടേക്ക് വരുന്നത്. അപ്പോൾ അവരെല്ലാവരും വിചാരിക്കുകയാണ് ഇപ്പം ക്യാപ്റ്റനും കൂടെ ചേർന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ക്യാപ്റ്റൻ അവിടെ വന്നത് വേർവുൾഫിനെ കൊല്ലാൻ വേണ്ടിയല്ല, മറിച്ച് രക്ഷിക്കാനാണെന്ന്. പിന്നീട് അവർക്ക് മനസ്സിലാവുകയാണ് ഈ വേർവുൾഫ് അന്ന് ക്ലാര പറഞ്ഞ വൈറ്റ് ഹാൻഡുള്ള വേർവുൾഫാണെന്ന്. ഇത് മറ്റാരുമല്ല, ക്യാപ്റ്റൻ്റെ വൈഫായിരുന്നു. പിന്നീട് വേർവുൾഫും ക്യാപ്റ്റനും ചേർന്ന് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ജെറോമിൻ്റെ മകൾ ആ ഹെഡ്ഫോൺ മാറ്റി വെച്ചിട്ട് മുന്നിലേക്ക് വരുന്നത്. എന്നിട്ട് അവൾ ജെറോമിനെയും ഭാര്യ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. മകൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ടതും ജെറോമും ഭാര്യയും ചേർന്ന് അവളെ ഓർക്കാൻ വേണ്ടി പാടുന്ന പാട്ട് പാടുകയാണ്. ഇത് കേട്ട അവൾ പെട്ടെന്ന് ശാന്തയാവുകയും പിന്നീട് വലിയ വേർവുൾഫിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വലിയ വേർവുൾഫിനെ ഒന്നും ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് വലിയ വേർവുൾഫ് ചെറിയ വേർവുൾഫിനെ, അതായത് ജെറോമിൻ്റെ മകളെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ്. ഒരു ഭിത്തിയിൽ പോയി ഇടിച്ച് അവൾ താഴെ വീഴുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അവൾ മരിച്ചെന്ന്. അവൾ മരിച്ചതോടെ അവളുടെ കയ്യിൽ നിന്ന് ഒരു കാർഡ് കൂടി അവർക്ക് ലഭിച്ചു. അവൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമം വരികയാണ്. ആ സമയത്താണ് ജെറോമിൻ്റെ ഭാര്യയുടെ പവർ പുറത്തു വരുന്നത്. അവരുടെ പവർ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നെറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് വേർവുൾഫിൻ്റെ പവറെല്ലാം ഇവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ജെറോമിൻ്റെ വൈഫ് നെറ്റ് സ്പ്രെഡ് ചെയ്ത് വേർവുൾഫിൻ്റെ പവറെല്ലാം തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ പവർലെസ് ആയിട്ടുള്ള വേർവുൾഫിനെ അവരെല്ലാവരും ചേർന്ന് കീഴ്പ്പെടുത്തുകയാണ്. അതിനുശേഷം ആ വേർവുൾഫിനെ കൊല്ലുകയാണ്. പിന്നീടാണ് ജെറോമിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വേർവുൾഫിൻ്റെ പവർ തിരിച്ചെടുക്കാൻ മാത്രമല്ല സ്വന്തം മകളെ ജീവിപ്പിക്കാനുള്ള പവറും ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അതിനുശേഷം അവർ മകൾക്ക് ജീവനും കൊടുത്തു. അവൾ ഉണർന്നു. വേർവുൾഫ് മരിച്ചതിന് ശേഷം എല്ലാ കാർഡും അവർക്ക് കിട്ടി. അങ്ങനെ ഗെയിം കംപ്ലീറ്റ് ആയി. അപ്പോഴാണ് അറിയുന്നത് സയൻറ്റിസ്റ്റും മജീഷ്യനും ഒക്കെ ഇവരുടെ ടൈമിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അവരാരും ഈ ടൈം പീരീഡിൽ, അതായത് ഇത്രയും പഴയ കാലഘട്ടത്തിലുള്ള ആളുകളായിരുന്നില്ല. അങ്ങനെ ഗെയിം കംപ്ലീറ്റ് ആവുന്നതോടെ
അവർക്കും സന്തോഷമാവുന്നു. അവരും പറയാണ് ഇനി ഞങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക്, ഞങ്ങളുടെ സിറ്റിയിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയാണ്. എല്ലാവരും കളക്ട് ചെയ്ത കാർഡുകൾ ഗെയിം ബോർഡിൽ വെച്ചു. ഒരു ബ്ലിങ്ക് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അവരുടെ ടൈം പീരീഡിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ ടൈം പീരീഡിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും ജെറോമിൻ്റെ അച്ഛൻ്റെ ഓർമ്മശക്തി പഴയതുപോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് പറയാണ്, ഫാമിലി ഒരുമിച്ച് നിന്നാൽ നമുക്ക് എത്ര വലിയ ഗെയിമും ജയിക്കാൻ പറ്റും. അങ്ങനെ അവർ ഇനിയുള്ള കാലം മുഴുവൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനം എടുക്കുകയാണ്. അവിടെ ഈ കഥയും അവസാനിക്കുകയാണ്.